ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നൊരു ഭാഗവതത്തിലെ ഒരു കഥയാണ് പറയുന്നത്. സന്താന ഗോപാലം. അത് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ സന്തോഷത്തോടെ, ദ്വാരകവാസികളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന കാലത്ത് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ആദ്യം ഉണ്ടായ മോനായിരുന്നു. അവൻ മരിച്ചുപോയി. അതിനെ എടുത്തുകൊണ്ട് സങ്കടത്തോടെ ദ്വാരകയിൽ ചെല്ലും. ശ്രീകൃഷ്ണൻ താമസിക്കുന്ന മന്ദിരത്തിൻ്റെ വാതിൽ കൊണ്ടുവച്ചിട്ട് കരയും. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, ഭഗവാനെ എന്നെ സഹായിക്കണം. എനിക്ക് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവൻ മരിച്ചുപോയി. ഇനി എന്ത് ചെയ്യും, എനിക്ക് അറിയില്ല, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയും. എന്നിട്ട് കരയും. പക്ഷെ ദ്വാരകവാസികൾ ആരും ഒന്നും മിണ്ടത്തില്ല. എല്ലാവരും ബ്രാഹ്മണനെ സഹതാപത്തോടെ, സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് അനങ്ങാതിരിക്കും. എല്ലാവരും, ആരും ഒരക്ഷരം പോലും മിണ്ടത്തില്ല. അപ്പം ബ്രാഹ്മണൻ പറയും, എപ്പോഴും സ്ത്രീകളോടൊപ്പം വെറുതെ ആഭാസനായി കാമലീലകളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ജനങ്ങൾ, ബാക്കിയുള്ളവർ കഷ്ടപ്പെടാതിരിക്കുന്നത്? അവർക്ക് നഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനത്തെ ഒരാളല്ലേ ഇവിടെ ഇരിക്കുന്നത്, എപ്പോഴും സ്വന്തം കാര്യങ്ങളും സ്ത്രീകളുമായിട്ടുള്ള സംസർഗവും സന്തോഷവും ആട്ടവും ഡാൻസും ഒക്കെ ആയിട്ട് കഴിയുന്ന, അല്ലാതെ പ്രജകളെക്കുറിച്ച് ഒരു ചിന്തയില്ല, അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയും ബ്രാഹ്മണൻ. പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ജഡമെടുത്ത് പോവും. പക്ഷേ ദ്വാരകവാസികളെല്ലാം വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ മരണത്തിനെ മാത്രം ആർക്കും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. ബ്രാഹ്മണൻ്റെ ദുഃഖം തന്നെയല്ലേ. അദ്ദേഹം കുഞ്ഞിൻ്റെ ജഡവും എടുത്ത് വീട്ടിൽ തിരിച്ചു പോകും. പിന്നെയും രണ്ടാമതും ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോവും. അതും ഒരു മോനായിരുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും ആ കുഞ്ഞിൻ്റെ ജഡവുമായി വീണ്ടും ദ്വാരകയിൽ വരും. വന്ന് ഇതുപോലെ തന്നെ ദ്വാരകവാസികളായ ആൾക്കാരോടും കൃഷ്ണനോടും എല്ലാവരോടും ഈ സങ്കടം പറയുകയും കരയുകയൊക്കെ ചെയ്യും. ആരും ഒന്നും മിണ്ടത്തില്ല. എല്ലാവരും ഇതെല്ലാം കേട്ടനങ്ങാതിരിക്കും. ബ്രാഹ്മണൻ വീണ്ടും ആ കുഞ്ഞിൻ്റെ ജഡവുമായി പോവും. അങ്ങനെ 8 കുഞ്ഞുങ്ങൾ ബ്രാഹ്മണന് മരിച്ചുപോയി. അപ്പോഴെല്ലാം ബ്രാഹ്മണൻ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന് ദ്വാരകവാസികളോടെല്ലാം സങ്കടം പറയുകയും കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആരും അതിനൊന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇനി എൻ്റെ കർമ്മദോഷമാണെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോകും. അങ്ങനെ 9ാമത്തെ കുഞ്ഞും മരിക്കും. അതിൻ്റെ ജഡവുമായിട്ട് വരുന്നോണ്ടേ ദ്വാരകയിൽ വലിയൊരു യജ്ഞം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും, ശ്രീകൃഷ്ണൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. അർജുനനൊക്കെ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവച്ചിട്ട് ഇതുപോലെ തന്നെ കരയുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അവരെ വീണ്ടും പഴയതുപോലെ മിണ്ടാതിരിക്കും. ബ്രാഹ്മണനെ സഹതാപത്തോടെ നോക്കി അവരൊന്നും അനങ്ങാതിരിക്കും. ഇത് കണ്ട് അർജുനൻ പറയും, നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരായി, ഈ മനുഷ്യൻ കരയുന്ന കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അപ്പം ബ്രാഹ്മണൻ പറയാം, ഇത് 9ാമത്തെ കുഞ്ഞാണ്, ഇവന് മരിച്ചുപോയി എന്ന് പറയും. അന്നേരം അർജുനൻ പറയും, ഞാൻ ആരാന്നറിയാവോ, ശിവനെ വരെ തോൽപ്പിച്ചത് ഞാൻ യുദ്ധത്തിൽ. അപ്പോൾ ഭഗവാൻ എനിക്ക് ശിവഭഗവാൻ തന്ന ഒരു വില്ലുണ്ട്, ഗാന്ധീവം, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിജയനാണ്. എല്ലാവരെയും രക്ഷിക്കും. അതുപോലെ ഏതൊരു ശത്രുവിനെ ഞാൻ തോൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത കുഞ്ഞിനെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിച്ചു തരും. അതുകൊണ്ട് സങ്കടപ്പെടണ്ട. ഇത് മരിച്ചു പോയില്ലേ, നമുക്ക് മരിച്ചു പോകാനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിഷമിക്കാതെ പോകും, ഞാൻ കൂടെ വരാം. അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഞാൻ ജീവനോടെ വാങ്ങിച്ചു തരാം. സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കും, ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും പ്രദ്യുമ്നനും ഒക്കെയുണ്ട്, മല്ലന്മാരായ ആൾക്കാരുണ്ട്, ബലവാന്മാരായ ആൾക്കാർ ഉണ്ടായിട്ട് അവരാരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നെ നീ വിജയൻ, നിന്നെക്കൊണ്ട് പറ്റുമോ? നിനക്ക് പറ്റത്തില്ലായിരിക്കും, നീ ചുമ്മാ വീരവാദം അടിക്കുക, നിനക്കൊന്നും പറ്റില്ല. കാലനെ വെന്ന് എൻ്റെ കുഞ്ഞിനെ തിരിച്ചെടുത്ത് തരാനൊന്നും നിനക്ക് പറ്റില്ല. അതുകൊണ്ട് ചുമ്മാ അതൊന്നും പറയണ്ടെന്ന് പറയും. അല്ല, ഞാൻ രക്ഷിച്ചു തരാം കുഞ്ഞിനെ, ഞാൻ രക്ഷിച്ചു തരാം. ഇനിയിപ്പോൾ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ കുഞ്ഞിനെ രക്ഷിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ, അന്ന് ഞാൻ സ്വയം അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അക്കാര്യത്തിനൊരു സംശയമില്ല. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത കുഞ്ഞിനെ രക്ഷിച്ചു തരുമെന്ന് പറയും. അർജുനൻ പറയും.
അങ്ങനെ ബ്രാഹ്മണൻ്റെ കൂടെ അർജുനൻ അവരുടെ വീട്ടിൽ പോകും. അവിടെ താമസിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയാവുകയും കുഞ്ഞിനെ പ്രസവിക്കുമ്പം തന്നെ അത് മരിച്ചു പോവുകയും അതിൻ്റെ ജഡം പോലും കിട്ടത്തില്ല. അതപ്പം തന്നെ അപ്രത്യക്ഷമാവും ആ കുഞ്ഞ്. അർജുനനാണെങ്കിൽ യാതൊരു ശത്രുക്കളും കടക്കാത്ത വിധം, കാലദൂതന്മാരൊന്നും തന്നെ കടക്കാത്ത വിധം അമ്പുകൾ കൊണ്ട് വലിയ മറയുണ്ടാക്കി ബ്രാഹ്മണൻ്റെ വീടിന് ചുറ്റും വലിയ മറയൊക്കെ ഉണ്ടാക്കി വലിയ ഇതായിട്ട് നിൽക്കുമായിരുന്നു. ആര് വന്നാലും കൊന്നുകളയും എന്നുള്ള രീതിയിൽ. പക്ഷേ ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിൻ്റെ ബോഡി പോലും കിട്ടാതെ അതെല്ലാം അപ്രത്യക്ഷമായിപ്പോയി. കുഞ്ഞ് മരിച്ച് പോയി, കിട്ടിയതേ ഇല്ല ശവശരീരം പോലും. ബ്രാഹ്മണൻ ഇങ്ങോട്ട് വന്ന് കുറേ അന്നത്തെ എന്തൊക്കെ ചീത്തയാണെന്ന് എനിക്കറിയത്തില്ല, അത് മൊത്തം വിളിച്ച് അർജുനെ. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ വീരവാദമൊക്കെ ഇളക്കി എൻ്റെ പുറകെ വന്ന്? എനിക്കറിയാമായിരുന്നു നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന്. പിന്നെ നീ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നിനക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു തരാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ആ ദ്വാരകയിലുള്ള ഒരെണ്ണം പോലും, ഒറ്റ ആൾ പോലും അനങ്ങാതിരുന്നിടത്ത് നീ മാത്രം എന്തിനാ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും? നീ വില്ലാളിയാ, വീരനാ, നീ വിജയനാ എന്നൊക്കെ പറഞ്ഞ് എന്തിനാ വന്ന് എന്നെ മോഹിപ്പിച്ചത്? ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാതെ നീ പറഞ്ഞ വാക്ക് പാലിക്കുക. നീ പോയി തീ കൂട്ടി അതിൽ അഗ്നി കൂട്ടിയിട്ട് അതിൽ ചാട്ടി നീ മരിക്കുക. നിനക്കതാ നല്ലത്, മറ്റുള്ളവരെ നുണ പറഞ്ഞ് പറ്റിച്ച് ജീവിക്കാതെ എന്നൊക്കെ പറയും. അർജുനനെ ഒരുപാട് ആക്ഷേപിക്കും. അർജുനൻ ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് നേരം വിഷമിച്ച് നിൽക്കും. എന്നിട്ട് നേരെ കാലപുരിക്ക് പോകും. ആ കുഞ്ഞിനെ അവിടെ കൊണ്ടു ചെന്നിട്ടുണ്ടോയെന്നറിയാൻ. അവിടെ ചെന്ന് അവിടെ എല്ലാം നോക്കും, എല്ലായിടവും പരതി നോക്കും. ബ്രാഹ്മണൻ്റെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇല്ല. ഈ 10 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. ലാസ്റ്റ് കുഞ്ഞിനെ ബോഡി സഹിതം ശരീരത്തോടു കൂടി അപ്രത്യക്ഷമാവുമായിരുന്നു. അപ്പം ഇതിനി എവിടെ പോയെന്നറിയാതെ എന്തായാലും തനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുക, ഇനി മരിക്കാൻ, അല്ലാതെ രക്ഷയില്ല. അയാൾ പറയാവുന്ന ചീത്ത മൊത്തവും പറഞ്ഞ് ആക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം ആക്ഷേപിച്ച് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ ഇനി ആത്മഹത്യ ചെയ്ത് കളയാം എന്നോർത്ത് അർജുനൻ വലിയ ചിത കൂട്ടിയിട്ട് അതിൽ മരിക്കാനായി തുടങ്ങുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വന്ന് അതിൽ ചാടാൻ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ കയ്യിൽ പിടിക്കും അർജുനൻ്റെ. സുഹൃത്തെ, നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? നമുക്ക് ആ ബ്രാഹ്മണൻ്റെ കുഞ്ഞിനെ തേടി കണ്ടുപിടിക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെയുള്ളത്. ഇതുമൂലം നിനക്ക് നല്ല സൽകീർത്തി ഉണ്ടാവും. നീ വെറുതെ വിഷമിക്കണ്ട, ആത്മഹത്യ ചെയ്യണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ. നമുക്ക് പോയി ബ്രാഹ്മണൻ്റെ കുഞ്ഞെവിടാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കാം, വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയും, സമാധാനിപ്പിക്കും. എന്നിട്ട് രഥം കൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനെ കയറ്റി പോകും. അതിലൊരുപാട് വനങ്ങളും നഗരങ്ങളും കോട്ടകളും എല്ലാം പിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ രാത്രിയായി, ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായപ്പോൾ അവർക്ക് ഒന്നും കാണാനാവാതെ രഥം ഇങ്ങനെ പോകുമ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രത്തെ മനസ്സിൽ ധ്യാനിക്കും. ആ സമയത്ത് ചക്രം അതീവ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ പാഞ്ഞു വരും. പാഞ്ഞു വന്ന് കൃഷ്ണൻ്റെ കാലിലിരിക്കും. എന്നിട്ട് പിന്നെയും ഇങ്ങനെ പോകുന്നോണെ വലിയ ആ പാഞ്ഞു സുദർശൻ്റെ അതീവ ശക്തമായ പ്രകാശത്തിൽ അർജുനൻ ഒരു നിമിഷം കണ്ണടച്ച് പോകും. കാരണം അത്ര തീക്ഷ്ണമായ പ്രകാശമായിരുന്നു. ആ സമയത്ത് വീണ്ടും ഒരുപാട് ദൂരം അവർ പിന്നിട്ട് കണ്ണ് തുറക്കുമ്പോൾ വലിയ തിരമാലകൾ, ആകാശത്തോളം മുട്ടുന്ന തിരമാലകളാണ് കാണുന്നത് അർജുനൻ. അതിനുള്ളിലൂടെ നോക്കുമ്പോൾ അകത്ത് വലിയ കൊട്ടാരങ്ങളും വലിയ ഗോപുരങ്ങളും ഒക്കെ കാണുന്നു. അവരുടെ രഥം പിന്നെയും മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ കൈലാസത്തോളം വളർന്ന ഒരു നാഗത്തിൻ്റെ ശിരസ്സാണ് കാണുന്നത്. കൈലാസ പർവ്വതം പോലെ അത്രയും വലുതായ ഒരു നാഗത്തിൻ്റെ ശിരസ്. പിന്നെയും നോക്കുമ്പോൾ അതിൽ വിശ്രമിക്കുന്ന വിഷ്ണു ഭഗവാനെ കാണാം. പിന്നെ ലക്ഷ്മി ദേവി, താഴെ അദ്ദേഹത്തിൻ്റെ പാദത്തിനരികിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു. പിന്നെ ധാരാളം നർത്തകിമാർ നൃത്തം ചെയ്യുന്നു, പാട്ടുകാരൊക്കെ പാട്ട് പാടുന്നു, വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിക്കുന്ന ആൾക്കാർ, മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന കുറേ ആൾക്കാർ, പിന്നെ ദേവതകളും എല്ലാവരും ഒക്കെ ചേർന്ന ഒരു വലിയ ഒരു സ്ഥലം കാണും.
അവിടെ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഇതെല്ലാം ആസ്വദിച്ച് വിശ്രമിക്കുന്നത് കാണും. കൃഷ്ണനെയും അർജുനെയും കണ്ട് വിഷ്ണു ഭഗവാൻ ചിരിയോടെ സ്വാഗതം ചെയ്യും. വാ വാ വാ, രണ്ടുപേരും വാ, നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. കാരണം എൻ്റെ അംശങ്ങളായ നിങ്ങൾ ഭൂമിയിലാണ്. നിങ്ങളവിടെ ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നു അറിയുന്നുമുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്രാഹ്മണൻ്റെ മക്കളെയൊക്കെ ഇങ്ങ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ നടത്തിയ ഒരു ചെറിയൊരു നാടകമാണ് നിങ്ങളെ എൻ്റെ അടുത്ത് വരുത്താൻ വേണ്ടി, അല്ലാതെ ഒന്നുമല്ല. ബ്രാഹ്മണൻ്റെ മക്കളെ എല്ലാവരെയും പുത്രന്മാരെ എല്ലാം ഞാൻ തിരിച്ചു തരാം. അവരെ എല്ലാം നിങ്ങൾ സന്തോഷത്തോടെ കൊണ്ടുവന്ന് ബ്രാഹ്മണന് കൊടുത്തോളും. നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഭൂമിയിൽ ഇനി ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് പെട്ടെന്ന് തിരിച്ചു പോര്. നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പോരും എന്നൊക്കെ ഭഗവാൻ പറയും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരാന്നൊക്കെ വിഷ്ണു ഭഗവാൻ കൃഷ്ണനോടും അർജുനനോടും പറയും. എന്നിട്ട് അവർ നോക്കുമ്പം തന്നെ കാണാം ഈ 10 പിള്ളേരും അവിടെ നിൽക്കുന്നത്. 10 ചിരിച്ചുകൊണ്ട് 10 കുഞ്ഞുങ്ങളും. അവരെല്ലാം വിഷ്ണു ഭഗവാൻ ഇവർക്ക് കൊടുക്കും. കൃഷ്ണനും അർജുനനും കൊടുക്കും. എന്നിട്ട് പറയും, കൊണ്ടുവന്ന് കൊടുത്തോ. എന്നാലും നിങ്ങൾ ഭൂമിയിൽ ദുഷ്ടരെ ശിക്ഷിച്ചും ശിഷ്ടരെ സംരക്ഷിച്ചും നിങ്ങളുടെ കടമകളെല്ലാം പൂർത്തിയാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോരെന്ന് പറഞ്ഞ് യാത്രയാക്കും വിഷ്ണു ഭഗവാൻ. അങ്ങനെ ബ്രാഹ്മണൻ്റെ മക്കളെയും കൂട്ടി അവർ തിരിച്ചു പോരും. തിരിച്ചു കൊണ്ടുവന്ന് ബ്രാഹ്മണൻ കൊണ്ട് കൊടുക്കും. 10 പിള്ളേരെയും കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോഴത്തേന് കൃഷ്ണൻ്റെ കാലിൽ വീണ് കൃഷ്ണൻ ഒരുപാട് ആക്ഷേപിച്ചായിരുന്നു. സ്ത്രീജതനായിട്ട് ഇങ്ങനെ ആഭാസനായിട്ട് ദ്വാരകയിൽ ഇങ്ങനെ വസിക്കുമ്പോൾ പ്രജകൾക്കൊക്കെ ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല, അവരെല്ലാം ദുഃഖിതരാകും, ഇങ്ങനെ ദുർമരണങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ഷേപിച്ചു കൃഷ്ണനെ. പിന്നെ അർജുനനെ പറയേണ്ട, അർജുനനെ മൊത്തം ഒരുപാട് ആക്ഷേപിച്ച് അവരോടെല്ലാം മാപ്പ് പറഞ്ഞ്, അർജുനനോടും കൃഷ്ണനോടും ബ്രാഹ്മണൻ മാപ്പ് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് ബ്രാഹ്മണനും ഭാര്യയും പിന്നെ സന്തോഷത്തോടെ ജീവിക്കും. കൃഷ്ണനും അർജുനനും തിരിച്ചു പോകും. ദ്വാരകയിൽ ചെന്ന് ദ്വാരകവാസികളെല്ലാം കൃഷ്ണൻ്റെ ആ ഭരണകാലത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം അതീവ സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നത്. അവർക്ക് ദാരിദ്ര്യമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. ബ്രാഹ്മണന് കുഞ്ഞ് മരിച്ച വേദനയിൽ അതൊക്കെ പറഞ്ഞു പോയതാണ്. ഇതെല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ഡ്രാമയായിരുന്നെന്ന് അത് ഏറ്റവും ലാസ്റ്റാണ് മനസ്സിലാകുന്നത്. ആദ്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. കൃഷ്ണനറിയാം, കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ കൃഷ്ണനൊന്നും അനങ്ങത്തില്ല. അതാണ് അനങ്ങാതിരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദുഷ്ടം വന്ന് കുഞ്ഞിനെ കൊല്ലുക, അങ്ങനെ കൊണ്ടുപോവുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അപ്പം തന്നെ പ്രതികരിച്ചേനെ. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കൃഷ്ണൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. പക്ഷേ ബ്രാഹ്മണനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. ഈ കഥ അത്രയേ ഉള്ളൂ. ഭാഗവതം നിറയെ കഥകളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വായിക്കും. അത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.